ഞങ്ങള് കോമഡി പറയും, അപ്പൊ ചിരിച്ചാ മതി കേട്ടോ. സ്ലാങ് പറയും അപ്പൊ കേട്ടാ മതി, സ്ലാങ് കാണിക്കും അപ്പൊ കണ്ടാ മതി. ചേച്ചിയാണ്, പ്രായമുണ്ട്, പക്ഷെ ചേച്ചിന്ന് വിളിക്കണം അപ്പൊ ശരിയല്ലേ? ഇത് മാമി ഗൈസ് കൺഗ്രാചുലേഷൻസ്. ഞാൻ ടീസർ കണ്ടിരുന്നു, നല്ല ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. അടുത്ത കലാചോദ്യമാണ്. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. ഉജ്വലിനെ പറ്റിട്ട് നമ്മൾ ഭയങ്കര കലാപരമായ ചോദ്യങ്ങള് തീർച്ചയായിട്ടും പറയാം. കാരണം ഒരാൾക്ക് ഒരാളെ പറ്റി തരും. ഇപ്പൊ എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ നല്ല ആംഗിളാണ്, ഞാൻ അങ്ങനെയാണ്. എന്നാരും പറഞ്ഞു എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നനെ പട്ടി. എന്നിലെ കലാകാരി അങ്ങനെ കടന്നൊക്കെ ചിന്തിക്കുന്നതാണ് ചേട്ടാ. ഏത് കലയാന്ന് കൂടെ പറ. കലയ്ക്ക് ജാതിയില്ല, മതമില്ല, പേരിലൊന്നുമില്ല. കൂടിയ സാധനമാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ധ്യാൻ ശ്രീനിവാസനാണ്. അന്ന് രജനീകാന്തിന് ഒരു റൂം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഇൻസൈഡ് ദ റൂം. കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മൈ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ സംഭവിച്ചിരിച്ചു അല്ലേ? ഫസ്റ്റ് കിസ് ഗേൾഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല. ക്ലെവറായിട്ട് ഉത്തരം പറയും. ഇബ്രാഹിം ഞാൻ എയറിലായിരുന്നു. ഒരു കാര്യമില്ല, ഞാൻ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575. Hi guys, this is me Meenakshi Sudhir in Movie World Media and എന്നോടൊപ്പം അതിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ ചിരിക്കണേ. അവര് ചിരിക്കും, എവിടെ ചിരിക്കണം, കരയണം ഒന്നും അറിയാത്ത ടൈമിംഗ് ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. ഞങ്ങള് കോമഡി പറയും, അപ്പൊ ചിരിച്ചാ മതി കേട്ടോ. ഞാൻ എന്റെ ഇൻട്രോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ കാര്യങ്ങളൊക്കെ എന്താ എത്ര വയസ്സുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആദ്യം ഗസ് ചെയ്യണം. 26. ഓക്കെ 25. ഇല്ലില്ല, നമുക്ക് പ്രായമില്ല. ചേച്ചി വിളിക്കേണ്ടി വരും. വേണ്ട. എത്ര 18? അയ്യോ അപ്പൊ ചേച്ചി 21. ആർക്ക് 21? പിന്നെ അല്ലല്ലേ ഇവന്റെ കയ്യില് ആധാർ കാണിക്കേ, എന്നാ വിശ്വസിക്കും. ഫോട്ടോ കാണിക്കത്തില്ല. അതെന്ത് പണിയാ? അല്ല ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ലത്. ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ല. അല്ല നല്ല ഫോട്ടോ. ഫോട്ടോ അല്ല എനിക്ക് കാണണ്ടേ, ലൈസൻസ് കാണിച്ചാൽ. 21 വയസ്സുള്ളൂ. 21 സത്യം ഞാനവിടുത്തെ ഒരു 35 വയസ്സ് ഏജ് നോക്ക് 2000 നോക്ക്. അയ്യോ എന്റെ അനിയന്റെ പ്രായമുള്ളൂ. അനിയ ഫോട്ടോ കേട്ടോ. ഇതാണ് അവന്റെ നല്ല ഫോട്ടോ കേട്ടോ. ഇതാണ് നല്ല ഫോട്ടോ. നിനക്ക് എത്ര ദേഷ്യം പഞ്ചടിച്ച അപ്പൊ ഇനി പ്രത്യേകിച്ചുള്ള ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. ധ്യാൻ ചേട്ടനുണ്ട്, സിജു ചേട്ടനുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാന്റാസ്റ്റിക് ഫോർ അമീൻ, നിഹാൽ, നിബ്രാസ് ആൻഡ് ഷഹബാസ് ഉണ്ട്. വെൽക്കം. നേരെ പുറത്തുനിന്ന് പേര് പഠിപ്പിച്ച് കിട്ടല്ലേ? അല്ലല്ലോ, പുറത്തുനിന്ന് എങ്ങനെ അറിയാമോ? പേര് പറഞ്ഞേ. അല്ല എനിക്ക് ഇവര് പേര് സ്പെല്ല് ചെയ്യുന്ന എങ്ങനെയാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുറത്ത് വെച്ചിട്ടൊന്ന് മീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പോയിട്ട് ആ ഒരു പ്രൊണൗൺസിയേഷൻ ഒന്ന് ചോദിച്ചു പഠിച്ചു. അല്ലെ ആസ് എൻ ആങ്കർ അത് കറക്റ്റ് പറയണ്ടേ? സമയമെടുത്തല്ലോ എനിക്കൊന്നും ഇപ്പോഴും പറയാൻ അറിയില്ല.
വെൽക്കം. താങ്ക് യു. ചേച്ചിയാണ്, പ്രായമുണ്ട്. പക്ഷെ ചേച്ചിന്ന് വിളിക്കണം അപ്പൊ ഇച്ചിരി അല്ലേ? ഓക്കെ, എന്തായാലും മാമി ഇവര് രണ്ട് ടീമായിട്ടാണ് ഇരിക്കുന്നത്. എന്തിനെ പറ്റി സംസാരിക്കാൻ? നമ്മുടെ ഏറ്റവും പുതിയ സിനിമയായ അതെ, സിനിമ പ്രൊമോട്ട് ചെയ്യണ്ടേ? വന്നതിന് എന്താന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാ ഓർമ്മ വരും. ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. സോ ഗൈസ്, കൺഗ്രാചുലേഷൻസ്. ഞാൻ ടീസർ കണ്ടിരുന്നു, നല്ല ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഫ്രം ദ മേക്കേഴ്സ് എല്ലാരും പറയുന്നു ധ്യാൻ ശ്രീനിവാസൻ 2.0 2.0 പൊക്കിയിട്ട് താഴെ Let me start right from there. അതങ്ങനെ പറയാതിരിക്കാൻ നമ്മളിവിടെ സത്യസന്ധമായിട്ട് കറക്റ്റ് പറയണം. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലൊക്കെ പുതിയ, ഇപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 3ാം ക്ലാസ്സിലേക്ക് ആയപ്പോ ഞാൻ ഓർക്കും ഇതൊരു പുതിയ തുടക്കം. ഈ വർഷം 2ാം ക്ലാസ് പഠിച്ചത് 2007 3ാം ക്ലാസ്സിൽ എത്ര ക്ലാസ്സിൽ പോയി? 4ാം ക്ലാസ്സിലേക്ക്. എനിക്ക് ഇന്ന് വരെ ഒരു സപ്ലി പോലും അടിച്ചിട്ടില്ല. 4ാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് നന്നായി പഠിക്കണ കുട്ടിയാ. എന്നിട്ട് എന്താ ഈ ഫീൽഡ് പഠിക്കുന്നതിനെ ജോലിക്ക് പോകൂടെ? അല്ല, നമുക്ക് കലാപരമായിട്ടാണ് കഴിവുകൾ കൂടുതൽ. കഴിവും കലയുടെ ഇങ്ങനെ എത്ര ഞാൻ ചോദിക്കട്ടെ, ആര് ഇന്റർവ്യൂ ചെയ്യണം? ഇപ്പൊ ചോദിക്കുന്നതിന്റെ കലയുടെ ഞങ്ങൾ ഈ കച്ചറ പിള്ളേരെ ഞങ്ങൾ സിനിമ പ്രൊമോട്ട് ചെയ്യാം. അവന്റെ സംശയം വാലിഡാണ്. കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ആരുണ്ടാക്കി തരുന്നോ കലാപരം? എന്റെ ഉള്ളിൽ നിന്ന് കലാകാരന്മാരല്ല. അങ്ങനെ പറയരുത്. ഇവര് ഞാൻ ചേട്ടാ, ഈ അറ്റത്തിരിക്കുന്ന 4 നിങ്ങൾ ഓൾറെഡി സ്റ്റാർസ് ആണ്. ഇവരുടെ ഒരു ഫാൻ പവർ അത് നിങ്ങൾക്ക് അറിയുമോ? ഭയങ്കര ഫാനാ ഇവർക്ക് 4 പേര്. ഞാനല്ല, ആ സമയത്ത് ഇവിടെ കലാപരമായ പരിപാടിക്ക് കലാപരമായ വാസനകൾ വികസിപ്പിക്കാൻ പോകും. ഒന്നും കാണുമല്ലോ. ഞാൻ ഫാനല്ല, പക്ഷേ ഭയങ്കര ഫാൻ. അല്ല, ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. അല്ല, അതല്ലേ ആദ്യം പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും സ്റ്റാർസ് ആണ്. അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിവേ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ധ്യാൻ ശ്രീനിവാസൻ 2.0നെ പറ്റിയിട്ടാണ്. അങ്ങനെ വിടരുത്. അത് എന്താണ് പുതിയ 2.0 പഴയ അപ്ഡേറ്റഡ് വേർഷനിൽ കൊണ്ടുവന്നിരിക്കുന്ന ഫീച്ചേഴ്സ്? ഞങ്ങളൊന്നും ഇതിന് ഇടപെടേണ്ട ആവശ്യമില്ല. അവരെന്നെ മീനു വിളിച്ചോ? മീനു അത് ഭയങ്കര എനിക്ക് പറ്റുന്നില്ല. മീനാക്ഷി വിളിച്ചോ? അത് ലോങ് ആയതുകൊണ്ടാണ്. ചേച്ചിന്ന് വിളിച്ചൂടെ? വേണ്ട, എന്നെ ചേച്ചി വിളിക്കണ്ട. മീനാക്ഷി ചേച്ചി. That's too long. അപ്പൊ അപ്ഡേഷനെ പറ്റി പറയും. പുതിയ ഫീച്ചേഴ്സ് ചേട്ടൻ പറ. ധ്യാൻ ചേട്ടന്റെ അപ്ഡേറ്റിനെ പറ്റിട്ട് ചേട്ടൻ പറ. കാരണം ഒരാൾക്ക് ഒരാളെ പറ്റി തരും. ഇപ്പൊ എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ നല്ല ആംഗിളാണ്, ഞാൻ അങ്ങനെയാണ്. എന്നാരും പറഞ്ഞു. അല്ല, പടം കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡയറക്ടേഴ്സിനും കണ്ട ആൾക്കാർക്കൊക്കെ തോന്നിയെന്നു എന്റെ ഒരു പുതിയൊരു വേർഷൻ ആയിട്ട് ആണ്. ചോദ്യം. അപ്പൊ അടുത്ത കലാ ചോദ്യമാണ്. അത് വേറെ വരുന്നുണ്ട്. അതെ, അപ്പൊ ടീസർ കണ്ടപ്പോ ടീസർ റിവോൾവ്സ് മെയിൻലി 3 പേരുകൾ: ഉജ്വലൻ, ശംഭു മഹാദേവൻ, പിന്നെ കോക്കാച്ചി. നിങ്ങൾ
അവനല്ല ഞാൻ അങ്ങോട്ട് നോക്കിയാ താഴെ നോക്കിയിട്ടാ കണ്ടാ അങ്ങനെ തോന്നുന്നു. പാവൻ ഇബ്രാസ്. അപ്പൊ എന്താ ഇതിനകത്ത് കോക്കാച്ചിന്റെ മുഖം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇബ്രാസാണോ കോക്കാച്ചി? ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. പക്ഷെ സിനിമയുടെ ടീസർ കണ്ടിട്ട് ഒരു ഹ്യൂമർ ത്രില്ലറായി തോന്നിയത് കൊണ്ട് സസ്പെൻസിൽ പോലീസ് ആകാം വില്ലൻ പറയാൻ പറ്റില്ല നമുക്ക്. പറയാൻ പറ്റില്ല. എന്നിലെ കലാകാരി അങ്ങനെ കടന്നൊക്കെ ചിന്തിക്കുന്ന ഞാൻ ചേട്ടാ. ഏത് കലയാന്ന് കൂടെ പറ. ക്രിയേറ്റിവിറ്റി കലയ്ക്ക് ജാതിയില്ല മതമില്ല പേരില ഒന്നുമില്ല. കൂടിയ സാധനം ഇപ്പൊ നാട്ടിലൊക്കെ സീൻ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ കൂടിയ സാധനം ഒന്നും പറയരുത്. കിട്ടുന്നില്ല. ഞാൻ ഒളിവില്ലാതെ ഇന്റർവ്യൂ എടുക്കാൻ പോകും. അടുത്തത് നമുക്ക് വിഷയത്തിൽ നിന്ന് തെന്നി വാങ്ങും. അതിൽ ധ്യാൻ ചേട്ടാ ഒരു ഹെഡ്ഫോൺസ് പോലത്തെ സാധനം കൊക്കാച്ചിന്ന് പറഞ്ഞ തമാശ പറഞ്ഞോ. നമ്മള് വെറുതെ തമാശ കേട്ടോ. കാരണം അടുത്ത ഇന്റർവ്യൂവിൽ തിരിയും. എനിവേ എനിക്ക് അറിയേണ്ടത് ധ്യാൻ ചേട്ടൻ വെച്ചിരിക്കുന്ന ആ ഒരു ഹെഡ്ഫോൺസിനെ പറ്റിയിട്ടാണ്. അതിൽ ഒരു ചെവി ധ്യാൻ ചേട്ടനിലും മറ്റേ ചെവി കോക്കാച്ചിയിലും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഹെഡ്ഫോൺ കേൾക്കുന്നത് അതെന്താ എക്യുപ്മെന്റ് എന്താ ധ്യാൻ ചേട്ടാ? പറയാൻ പറ്റില്ല. ആ ചെവിയിൽ വെച്ചിരിക്കുന്ന പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അവരായിരിക്കാൻ ചിലപ്പോ കോക്കാച്ചി എന്നുള്ളത്. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് കോക്കാച്ചി. ഓ അതെങ്ങനെ നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ ഇത് സോൾവ് നമുക്ക് ഉജ്ജ്വലിനെ വിളിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഉജ്ജ്വലൻ കോക്കാച്ചി ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ആ ഹെഡ്ഫോൺസ് എന്തുവാ അതല്ല വെച്ചിരിക്കുന്ന എന്താ ബ്രാൻഡ് ഒന്നല്ല. അത് ഹെഡ്ഫോൺ ആണ്. എന്താ ഒരു സാധനം ഒരു ചെവിയിലുണ്ട് മറ്റേ ചെവിയിൽ കോക്കാച്ചി. ഊട്ടിയിലൊക്കെ പോകാൻ അതിൽ വയറ് പോയിട്ടുണ്ടോ ഊട്ടിയില്? എന്താ ചേച്ചിന്ന് വിളിച്ചപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ. അപ്പൊ എന്തായാലും ഉജ്ജ്വലിനെ പറ്റിട്ട് നമ്മൾ ഭയങ്കര കലാപരമായ ചോദ്യങ്ങള് ഒരുപാട്. എന്തായാലും 2 കലാപരമായ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാൻ ശംഭു മഹാദേവയിലേക്ക് പോകട്ടെ. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് സിജേട്ടൻ പറഞ്ഞത്. യു ലുക്ക് വെരി ഫിറ്റ് ആൻഡ് ഇൻടാക്ട് ആ ഒരു ക്യാരക്ടർ ആയിട്ട് കേട്ടോ. അത് പറയട്ടെ. അപ്പം വർക്ക്ഔട്ട് ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടാകും. ആസ് എൻ ആക്ടർ അതില് ഒരു തംസ് അപ്പ് നമ്മൾ തരുന്നു ആസ് എൻ ഓഡിയൻ. പറയൂ ശംഭു മഹാദേവെ പറ്റി. പോലീസ് ഓഫീസറാണ്. നല്ല ബുദ്ധിയുള്ള പോലീസ് ഓഫീസർ അല്ലേ? ഇത്രയും ഗതിയൊട്ട രണ്ട് രണ്ടന്മാരെ കൊണ്ട് നടക്കുക. വരുന്നത് ഒരു മഞ്ഞ വണ്ടിയിൽ. നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള ഓഫീസർ ഞങ്ങൾ തന്നെ. ഇവരെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടാത്തോണ്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുന്നതാണ്. എന്നിട്ട് കൂട്ടിട്ട് കൂടി. അപ്പൊ അവസാനം ഉജ്ജ്വലൻ ആ കേസ് തെളിയിക്കുമോ? നമ്മൾ തന്നെ വേണ്ടി ഓ നിങ്ങൾ ഉജ്ജ്വലന്റെ ടീംസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഒറ്റ മൈൻഡ് ഒറ്റ ടീം. അപ്പം നിങ്ങൾ ഇങ്ങനെ കുഡോസ് ടീമിന്റെ ആദ്യത്തെ സിനിമയാണ്. സോ ഞാൻ പൊതുവായി നിങ്ങളോട് കലാപരമായ ചോദ്യം വാങ്ങിക്കാൻ എന്തുകൊണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ? തുടങ്ങിയത് ഞാൻ ചേട്ടാ പറയൂ. ഒന്നാമത്തെ നമ്മളെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഞാനേ അതുള്ളോട്ടാ വന്ന. അല്ല പിന്നെ സ്റ്റോറി കേട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ ടീച്ചർ ആയിരുന്നു ഇതിന്റെ പടത്തിന്റെ പ്രൊമോ. അപ്പൊ അതും കണ്ടപ്പോ ഇതുവരെ പുള്ളിയുടെ പടത്തിലില്ലാത്തൊരു ക്വാളിറ്റി നമ്മൾ ആ ടീച്ചറിൽ അല്ല നമ്മൾ ആ ഇതില്ലേ നമുക്ക് അഭിനയം. ഞാനും കണ്ടു അവൻ കണ്ടത് തന്നെ. എനിക്ക് കണ്ടൂടെ ഒരു ക്വാളിറ്റി കണ്ടു. എനിക്കും തോന്നി.
അത് അങ്ങനെയല്ല, നല്ല അതൊരു നല്ല അഡ്വാൻറ്റേജ് ആക്കി എടുക്കണം. നല്ല ടീച്ചർ ആയിരുന്നു, അതല്ല ഞാൻ പറഞ്ഞ സൂപ്പർ ടീച്ചർ. ആ പിന്നെ നിങ്ങൾ പറയൂ, ഡിറ്റക്റ്റീവ് ഉജ്വലൻ ഇവന്മാരിവിടെ വന്നത് കൂടെ വണ്ടി കയറിയിട്ട് വന്നു ഭയങ്കര നമ്മള് പുറത്തുനിന്ന് കുറെ വർത്താനം ഞങ്ങൾക്കൊരു 5 മിനിറ്റ് പറഞ്ഞ പോലെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തത്, അല്ല വേറെ സംസാരമൊന്നുമില്ല. ഡിറ്റക്റ്റീവ് ഉജ്വലനെ കുറിച്ച് ഡിറ്റക്റ്റീവ് ഉജ്വലൻ എന്തുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം? മലയാളികളൊക്കെ അല്ല, നമ്മൾ ഈ ഇൻസ്റ്റയില് വീഡിയോസ് ചെയ്തത് തന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ പറഞ്ഞിട്ട് വേണം തിരിച്ചു പറയാം. അത് വെയിറ്റ് ചെയ്തിരിക്കുക. അല്ല, നമ്മൾ ഇൻസ്റ്റയിൽ വീഡിയോസ് ചെയ്ത് തന്നെ സിനിമയിലോട്ട് കയറാനാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു നല്ല ചാൻസ് വന്നപ്പോഴത്തേക്കും ഒബ്വിയസ് ആയിട്ടും കയറി. നല്ല സ്റ്റോറിയാണ്. പിന്നെ ധ്യാൻ ചേട്ടനാണ്, വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ പറയാൻ പറ്റാതെ അങ്ങനെ വന്നതാണ് സിനിമയിലേക്ക്. ഓക്കെ, അപ്പം ഇതിനകത്ത് സാധാരണ ധ്യാൻ ചേട്ടൻ നമ്മളിങ്ങനെ ഓരോ സെന്റർ ക്യാരക്ടറിന്റെ പേര് ടൈറ്റിലിൽ വരുമ്പോ ഇൻ അല്ലെങ്കിൽ ആസ് എന്ന് വരാറുണ്ട്. പക്ഷെ ഇതില് ഇസ് ആണ് വന്നിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അത് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെന്തോ പക്ഷെ വളരെ റെയറാ മാറ്റിയിട്ടതാണ്. ഓക്കെ, ബൈ ദ വേ നിങ്ങൾ ഡയറക്ടർ എന്താ വരാഞ്ഞ്? ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ എഡിറ്റിംഗ് വർക്കിലാണ്. ഞാൻ പടം ഇറങ്ങിയിട്ട് വരാം. അല്ല, ആക്ച്വലി ഞാൻ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡയറക്ടറിനെയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അവരുടെ ബയോഗ്രഫി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകും. ഞാൻ നോക്കിയപ്പോ നല്ല സുന്ദരൻ ഡയറക്ടർ. അതാണ് നോക്കിയത്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഓർത്ത് വരുമ്പോ ഇന്ദ്രനീലിനെ ഇന്റർവ്യൂ എടുക്കാം എന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഇതാണല്ലേ പടത്തിന് പ്രൊമോഷൻ വരുന്ന ഡയറക്ടറിനെ വളയ്ക്കാന്ന് എവിടെ നടക്കും? എന്താ ചേട്ടാ അങ്ങനെ നല്ല ആർട്ടിസ്റ്റിക് കഴിവുള്ളവരടുത്ത് കലയുള്ളവരടുത്ത് സംസാരിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ സംസാരിക്കില്ല. മലയാളത്തിലെ ഫസ്റ്റ് മലയാളിയല്ലേ, മുംബൈ അതല്ല സുന്ദരനായ ഡയറക്ടറിനെ കണ്ടിട്ട് സുന്ദരനായ ഡയറക്ടറാണ് ഇവിടെ വന്നപ്പോ ഡയറക്ടർ അപ്പൊ ചേട്ടാ അങ്ങനെ തന്നെ അങ്ങനെ വരാത്തോണ്ടായിരിക്കും ഉമ്മാരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറി ഫോട്ടോ കണ്ടപ്പോ സുന്ദരന ഇതൊക്കെ നീ മുംബൈ ബേസ്ഡ് അല്ലേ ഉള്ളി. നീ സുന്ദരനായ അവ സുന്ദരനല്ലല്ലോ. രാവിലെ ലുക്ക് ഇങ്ങനെ പിടിച്ചില്ല. അപ്പൊ ഇങ്ങനെ പിടിച്ചിരിക്കും. രാഹുലിന്റെ പ്രൊഫൈൽ പിക്ചറിൽ രാഹുൽ ഇൻസ്റ്റാഗ്രാം നമുക്ക് എവിടെ നിന്നാണ് കോണ്ടന്റ് കിട്ടുന്നത് പറയാൻ പറ്റില്ല. ഇത്രയും ഫേസ് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ട് സുന്ദരൻ? ഇത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? ഇത്രയും കാണാലോ. അത് വെച്ച് സുന്ദരനാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്രയും സ്റ്റോക്കിംഗ് ഇസ് ബാഡ്. അല്ല ഡീപി ഞെക്കി നോക്കാം. എനിവേ, അപ്പം ഡെബ്യൂ ഡയറക്ടേഴ്സിന്റെ സിനിമയാണ്. എങ്ങനെയാണ്, ഹൗ ഡിഡ് ദിസ് മൂവി ഫൈൻഡ് യു ബോത്ത്? ഈ സിനിമ നിങ്ങളിലേക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വന്നത്? അതായത് ധ്യാൻ ചേട്ടൻ തന്നെ ഡിറ്റക്റ്റീവ് ഉജ്വലൻ ആകണമെന്ന് രാഹുലിന്റെയും ഇന്ദ്രനീലിന്റെയും മനസ്സിലാദ്യമേ ഞാൻ ഇവന്മാരിങ്ങനെ കഥ ആലോചിക്കുന്ന തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇവന്മാരെ വീട്ടിൽ പോയി. അല്ല
ശ്രീനിവാസന്റെ മോനാണ് ഒരു സാധനം തരണം. എന്താ ധ്യാൻ ചേട്ടാ എന്ത് ചോദ്യമാണത്? How did you find you both? അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. How is this even അത് കഴിഞ്ഞിട്ട് 4 വർഷമായി. remotely connected? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? എല്ലാ സമയം ഒരു എമ്പുരാനും ഞാൻ എയറിലായിരുന്നു. ഒരു കാര്യമില്ല, ഞാൻ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ എയറിലായിരുന്നു. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം. ഇപ്പൊ ധ്യാൻ ചേട്ടൻ തന്നെ ഉജ്ജ്വലനാകണം എന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി ഇവിടെ പറ. അങ്ങനെ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സന്ദർഭം. അങ്ങനെ ഒരു സന്ദർഭം. അതായത് എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ ഉജ്ജ്വലനാകുന്നത്? ഇവരൊക്കെ എങ്ങനെ വിളിച്ചു അതുപോലെ എന്നെ വിളിച്ചു. അത്രല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ശംഭുലേക്ക് പോകും. അടുത്ത അന്നൊരു ഗെയിമിലേക്ക് പോകാം. അതിനകത്താണ് ഗെയിം. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതിനകത്ത് ചിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ യു ഗോണ ടോക്ക് അബൌട്ട് യുവർ ഫസ്റ്റ് ചിപ്സ് അല്ല ചിപ്സ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസസ് എന്നെ പറ്റിയിട്ട് ആണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ചോദ്യമാണ്. ഇതിനകത്ത് ഒരു ചിപ്സ് ആണ്. അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടാകും. അപ്പൊ ചിപ്സ് അല്ല, ചിപ്സ് അല്ല, ചിപ്സ്. ഓക്കെ, ചിപ്സ് ആണ്. അതിനകത്ത് ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടായിരിക്കും ചോദിക്കാം. ഫസ്റ്റ് കാർ, ഫസ്റ്റ് മൂവി, ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെ. അപ്പം പലതും ഉണ്ടാകാം. അപ്പം പറ്റത്തില്ലെങ്കിൽ എനിക്ക് പാസ് ചെയ്താൽ മതി. അടുത്തത് ചിറ്റ് എടുക്കാം. എന്നാലും കഴിവതും ഉത്തരം പറയാൻ ശ്രമിക്കാം. നിബ്രു ആരായാലും മതി. ഇത്രയും അടുത്തോ മൈ ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ടിക്ടോക്ക് സമയത്ത് ക്യാമറ. ഇത് പടത്തിലാണോ അതോ മൊത്തത്തിലാണോ? ഏതാ വേണമെങ്കിലും പറയാം. ഫോട്ടോ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോ ലെറ്റ് മീ സ്റ്റോപ്പ് യു റൈറ്റ് ദേർ. ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമോ? രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ഞാൻ കഥ അറിഞ്ഞത് നമ്മള് ഫ്ലവേഴ്സിലെ സ്മാർട്ട് ഷോയ്ക്ക് ധ്യാൻ ചേട്ടൻ വന്നപ്പോ അന്ന് ധ്യാൻ ചേട്ടൻ പറഞ്ഞ കഥയാണ്. അല്ല, ഉള്ള കഥ. ധ്യാൻ ചേട്ടൻ ശരിക്കുള്ള കഥയല്ലേ? ആ കഥ പറ, കേക്കട്ടെ. ഇവര് കേട്ടിട്ടില്ല. അല്ല, ഇത് ധ്യാൻ ചേട്ടൻ പണ്ട് രജനീകാന്തിന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ പറയാം, ശ്രീനിവാസൻ സാറും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രജനീകാന്തിന്റെ വീട്ടില് എന്നാ ധ്യാൻ ചേട്ടൻ പറയാം. ഇല്ല, ഞാൻ കഥ ശ്രദ്ധിച്ച് കേട്ടു. ഐ എം എ ഗുഡ് ലിസണർ. താങ്ക് യു. അപ്പൊ ഞാൻ അത് കഥയെന്ന് വെച്ചാൽ 2005 ഓക്കെ, ഉജ്ജയിലൻ എന്ന് പറഞ്ഞ സിനിമ കഥ പറയുമ്പോഴുള്ള റീമേക്ക് അത് ചെയ്യുന്നു. അതിന്റെ ഡിസ്കഷന് വേണ്ടി അച്ഛനും പുള്ളിയും കാണുന്ന സമയത്ത് എന്റെ കയ്യിൽ അന്ന് മോട്ടോ റേസറിന്റെ V2 എന്ന് പറഞ്ഞ അതിന്റെ സെക്കൻഡ് വേർഷൻ ഈ ഫോൺ ഉണ്ട്. അതിലാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഫോൺ തിരിച്ചിട്ട് ഈ ഫോണിൽ ഡിസ്പ്ലേ ഒന്ന് സെൽഫി എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഫോൺ. ഓക്കെ, എന്ന് വെച്ചാൽ ഫോൺ നമുക്ക് തിരിച്ച് ഇങ്ങനെ എടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ പുറത്ത് ഡിസ്പ്ലേ വരും. അപ്പൊ അത് ആ ഫോണിൽ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ ഇങ്ങനെ എടുത്ത സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു ഇത് എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ ഫോട്ടോ പുള്ളി അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് സെൽഫി ഒന്നും പറയില്ല, അന്ന് പുള്ളിക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. കൊള്ളാം. അന്ന് രജനീകാന്തിന് ഒരു റൂം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രജനി സാറിന്റെ റൂമിൽ കയറിയില്ലേ? എന്താണ് ഏറ്റവും ആ ഒരു അന്ന് എത്ര വയസ്സാണ്? കോളേജിലൊക്കെ ഉള്ള സമയത്ത് എന്താണ് വാട്ട് ഡിഡ് യു ഫൈൻഡ് ലൈക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഇൻസൈഡ് ദ റൂം?
കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. കഥ മാറി. ജനലിലെ കമ്പില് തൂക്കിട്ട് ചുരുട്ടല്ല ഇനി ഷഹബാസിന്റെ ടേൺ ആണ് അടുത്തത്. ഷഹബാസ് അവൻ പറഞ്ഞു ഇല്ല. Your first car ride ഫസ്റ്റ് കാർ റൈഡ് എക്സ്പീരിയൻസ്. ആദ്യം കാർ വാങ്ങിയത് അല്ലെങ്കിൽ ഒരു ലോങ് ഡ്രൈവ് പോയത് എത്ര വയസ്സുള്ളപ്പോ, അതായത് 18 വയസ്സിന് മുമ്പാണോ കാർ എടുത്തത്, ആരുടെ കൂടെയാണ്, എവിടം വരെ പോയി, അങ്ങനെയൊക്കെ. ഞാൻ കാർ എടുത്തിട്ടില്ല. ഗുഡ്. പിന്നെ 18 വയസ്സിന് മുന്നേ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓടിച്ച് പഠിക്കാൻ ഓടിച്ച് ഇപ്പൊ കറക്റ്റ് അല്ലേ? ഈ പിള്ളേച്ചെന്നാണ് പറയുന്നത് വിചാരിക്കും. ഓക്കെ, ചേട്ടാ പറയൂ. സാർ മൈ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ സംഭവിച്ചിട്ട് അല്ലേ? ഞങ്ങള് ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂ, ചേട്ടന്റെ ഇന്റർവ്യൂ. അപ്പൊ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഓർമ്മയൊന്നുമില്ല. പിന്നെ ഇന്ന് ഓർത്ത് ഇന്ന് ഇന്നത്തെ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതിലെന്താ പറയണ്ടേ? പണ്ട് ടീനേജിലും മറ്റോ ആയിരിക്കാം, വല്ല പള്ളി പോയപ്പോഴോ കല്യാണത്തിന് പോയപ്പോഴോ അങ്ങനെയൊക്കെ. എന്നാ റീസെന്റ് പറഞ്ഞു. അല്ല ചേട്ടാ, നമ്മൾ അങ്ങനെ കാണുന്ന ചിലര് നമ്മളിങ്ങനെ മറക്കുകയല്ലോ. ആദ്യമായിട്ട് പ്രേമിക്കുന്നത് അല്ല, അത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. ഒരാളെ കാണുമ്പോ തന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കില്ല ചിലപ്പോ നമുക്ക് തോന്നുന്നു. വീട്ടിൽ കയറുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കേട്ടോ. അല്ല, ഇപ്പൊ സിനിമ തിരിച്ചു വന്നെങ്കിലും ഒരുവെങ്കിലും വരണ്ട, ഇനി വരണ്ട. അതാ തന്നെ അതായിരിക്കും. അതായിരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓക്കെ, ഞാൻ എടുക്കണം. പക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ. ഇത് ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസാ. സ്റ്റേജ് എക്സ്പീരിയൻസ്. ലജ്ജാവതിയെ കളിച്ചു ഞാന് LKG പഠിക്കുമ്പോ സ്റ്റേജില്. പക്ഷെ ഞാൻ ബോയ് ആയിട്ട് വേഷം കെട്ടിട്ടാ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഭഗത് ചേട്ടനില്ലേ, ആ ചേട്ടനെ പോലെ ഹാറ്റ് ഒക്കെ വെച്ച് ഭരത് ചേട്ടനുണ്ട് ലജ്ജാവതിയൊക്കെ അകത്ത്. അപ്പൊ അതിനകത്തെ പോലെ ഹാറ്റ് വൈറ്റ് ഷർട്ട് ഒക്കെ ഇട്ട് ഡ്രസ് യെസ് അങ്ങനെ വെച്ചിട്ട് ഡാൻസ് കളിച്ചു. ഓർമ്മയില്ല, കുഞ്ഞല്ലേ. ഇനി അടുത്തത് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്തണ്ട. ഫസ്റ്റ് ലവ് എന്ന് വെച്ചപ്പോ എക്സ് അതാണ്. എത്ര വയസ്സിലായിരുന്നു? എത്ര ഹൗ ഓൾഡ് വർ യു അപ്പോ? 5. ഗേൾഫ്രണ്ട് ആവണമെന്നില്ലല്ലോ. ക്ലെവറായിട്ട് ഉത്തരം പറയാം. അതെ, ഗേൾഫ്രണ്ട് ആവണമെന്നില്ലല്ലോ. അടുത്ത ചോദ്യം പറ. ഒരു 6ാം ക്ലാസ്സിൽ
ഒരു 6 മാസം കഴിഞ്ഞപ്പോ. എനിക്കറിയാലോ. നിഹാൽ ഇത് വേറെ സാധനമായിരിക്കും ഫസ്റ്റ് ഇത് എന്നൊക്കെ ഫസ്റ്റ് ഡിഷ് ആ ഭക്ഷണം ഉണ്ടാക്കിയത് മാഗി. അത് ഫ്ലോപ്പ് ആയിരുന്നോ അതോ ഹിറ്റ് ആയിരുന്നോ? ഏതാ ഹിറ്റായിരുന്നു, സൂപ്പർ അഭിപ്രായമായിരുന്നു. നല്ല കുക്കാണോ നിഹാൽ? അപ്പുറത്തെ വീട്ടിലേക്ക് കൊടുത്ത് ഫസ്റ്റ് കിസ് മേടിച്ചാൽ കണക്ട് ചെയ്യട്ടെ. എല്ലാ കണക്ഷൻ തന്നെ. ഫസ്റ്റ് മൊബൈൽ ഫോൺ. ഒരു ഐഫോൺ 8 ആയിരുന്നു. ആദ്യമായിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചല്ല, ഞാൻ ഉപയോഗിക്കുന്നത്. അല്ല, റോഡിൽ ഒരാൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പണിയെടുത്ത് വാങ്ങിച്ചത് ഐഫോൺ 13 Pro. 13 Pro ആണ്. ഓക്കെ, അപ്പം എന്തായാലും അടിപൊളി. ഇന്റർവ്യൂ തീരാൻ ഇനി സമയം ഐ ക്യാൻ കണ്ടിന്യൂ ദ ചാൻസ്. കഴിഞ്ഞോ? അതെ, ഇതിനെ പറ്റി പറഞ്ഞാ പറഞ്ഞില്ലല്ലോ, ആദ്യം സിനിമയെ പറ്റി സംസാരിച്ചില്ലേ? പറഞ്ഞു നമ്മള് അവനെന്തോ കൂടുതൽ പറയാനുണ്ട്. നീ മാത്രം വലിയ മാന്യം. ഇല്ല, എല്ലായിടത്തും പറയുന്ന പോലെ മീനാക്ഷിയുടെ ജാതകം വരുമ്പോ പറയും. സിനിമയുടെ പറ്റി അവനെന്തോ പറയാനുണ്ട്. എല്ലായിടത്തും പറയുന്ന പോലെ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നല്ല അടിപൊളി പടമായിരിക്കും. ധ്യാൻ ചേട്ടന്റെ കംബാക്ക്. എന്നെ താഴോട്ടിറക്കാനുള്ള മേലോട്ടടിയായതല്ലേ. പക്ഷെ സിനിമയുടെ ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടപ്പോ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഡിഫറെന്റ് സ്റ്റോറി ആയിട്ട് കണ്ടു. പിന്നെ നിങ്ങൾ ഇതില് കോമിക് ഇറക്കിയിട്ടുണ്ടല്ലോ അല്ലേ? അതും കൂടെ വായിച്ചു കഴിഞ്ഞപ്പോ മിന്നൽ മുരളിയൊക്കെ പോലെ മിന്നൽ മുരളി വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമ. അതേപോലെ ഒരു അതുപോലെ തന്നെ വേറെ പ്ലാസ്റ്റിക്കോ നമ്മുടെ സ്ഥലത്ത് കുറുക്കമ്മൂല, അതുപോലെ തന്നെ വേറെ ഗ്രാമം. ചെറിയ ഫ്യൂച്ചർ ചിലപ്പോൾ ഇതെല്ലാം കൂടി ലിങ്ക്ഡ് ആയിട്ടുള്ള പരിപാടികൾ അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇത് മിന്നൽ മുരളിയായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, ഞാൻ ആ കോമിക് കണ്ടപ്പോ അതേപോലെ ഒരു പുതിയ ക്യാരക്ടർ അല്ലേ വരാൻ ചാൻസ് ഇല്ല. അല്ല, ഇതിപ്പോ കുറുക്കമ്മൂലയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ മിന്നൽ മുരളിയിലെ പരിപാടിയാണെന്നുണ്ടെങ്കിലും ഒരു ഫിക്ഷണൽ സ്പേസിൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഉജ്വലനും പ്ലാസ്റ്റിക്കാവെന്ന് പറയുന്ന സ്പേസിൽ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇതിന്റെ കണക്ട് ചെയ്തിട്ട് വേണ്ടത് ഞാൻ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ രീതിയിൽ ഭാവിയിൽ അങ്ങനത്തെ സിനിമകൾ വരാം. ഭാവിയുടെ സിനിമ വരുന്നല്ല, ഇതിന്റെ പോസ്റ്റ് ക്രെഡിറ്റിൽ നമ്മളൊരു ഒരു നെക്സ്റ്റ് വരുന്ന ഒരു ജാംബി എന്ന് പറയുന്ന പടം, അത് ജോർജ് കോര സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. ജോംബിന്റെ ഞാനിങ്ങനെ ഇടയ്ക്ക് ശരിക്കും ഒരു സോംബി അറ്റാക്ക് ഒക്കെ ഉണ്ടായി എന്ത് ചെയ്യൂലേ? അപ്പൊ എന്തായാലും ധ്യാൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഡിറ്റക്റ്റീവ് ഉജ്വൽ അല്ലെ ഒരു സൂപ്പർ ഹീറോ ആ ഒരു യൂണിവേഴ്സിലേക്ക് കടക്കാനായിട്ട് വീക്കെൻഡിന്റെ സൂപ്പർ ഹീറോ അങ്ങനെയല്ല പടം ഹിറ്റായ ഓ ഡിറ്റക്റ്റീവ് ഉജ്വൽ എന്നൊക്കെ ഒരു സാധനം. അപ്പൊ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പക്ഷെ ഓൺ എ ഗുഡ് നോട്ട് ഇന്റർവ്യൂ ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് ഒരു നല്ല മെസ്സേജ് ഫ്രം ധ്യാൻ ചേട്ടൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് ഇപ്പോഴത്തെ ഈ കൂറ ചോദ്യമൊക്കെ ഫസ്റ്റ് കിസ് ഇതൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഗുഡ് മെസ്സേജിൽ എന്താ ഇഷ്ടായിരുന്നു. ഇവരെല്ലാരും എന്റെ അനിയന്മാരാ. എനിക്ക് 25 ആയി ധ്യാൻ ചേട്ടാ. എന്തായാലും എനിവേ, അപ്പം എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്വലിന് ഓൾ ദ വെരി ബെസ്റ്റ് ഞാൻ നേരുകയാണ്. സിനിമ സൂപ്പർ ഹിറ്റ് ആവട്ടെ, മറ്റൊരു യൂണിവേഴ്സിന്റെ തുടക്കം ആകട്ടെ. ഓക്കെ, അപ്പം ശംഭു മഹാദേവൻ ആൻഡ് ടീം, ഡിറ്റക്റ്റീവ് ഉജ്വൽ ആൻഡ് ടീം, ദ ഫാന്റാസ്റ്റിക് ഫോർ, താങ്ക് യു സോ മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633 888 575.